കല്യാണം കഴിഞ്ഞ് ഏതാനും മാസം കഴിഞ്ഞപ്പോൾ സ്വന്തം അമ്മ മോളോട് പറഞ്ഞു, എടി മരുമകനില്ലേ എൻ്റെ അടുത്ത് അത്ര നല്ല രീതിയിലല്ല പെരുമാറുന്നത്. നീ നിന്റെ ഭർത്താവിനെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന്. അത് കേട്ട മകൾ ഞെട്ടിപ്പോയി. കല്യാണം കഴിച്ച് ജെല്ലായി വരുന്നേ ഉള്ളൂ ഭർത്താവായിട്ട്. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഏതൊരു സ്ത്രീയാണെങ്കിലും ഒന്ന് പേടിച്ചു പോകും. പക്ഷേ അവിടെ നടന്നത് വേറെ പല കാര്യങ്ങളുമാണ്. എന്തായാലും നമുക്ക് അമ്മയിലേക്ക് കിടക്കാം. മാഡം, തൽക്കാലം എൻ്റെ പേര് അനഘ എന്ന് വിളിച്ചോളൂ. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു. ആലോചിച്ച് ഉറപ്പിച്ച വിവാഹമായിരുന്നു. ഞാൻ PG കഴിഞ്ഞ ഉടനെ തന്നെയാണ് എൻ്റെ വിവാഹം നടന്നതും. എൻ്റെ അച്ഛനായിരുന്നു നിർബന്ധം, എത്രയും പെട്ടെന്ന് നീ വിവാഹം കഴിക്കണമെന്ന്. കാരണം ഞാൻ ഒറ്റ മകളാണ്. പിന്നെ പുള്ളിക്ക് ഇത്തിരി പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ടാണ് എൻ്റെ കല്യാണം ഉടനെ നടത്തിയത്. എനിക്കാണെങ്കിൽ ഉടനെയൊന്നും കല്യാണം കഴിക്കാൻ യാതൊരു താല്പര്യമില്ല. വീട്ടുജോലികൾ ചെയ്യുക, മറ്റൊരാളുടെ കാര്യങ്ങൾ നോക്കുക, വസ്ത്രം നനയ്ക്കുക, ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല. ഞാനതൊന്നും ചെയ്യാറില്ല. കാര്യം ഇവരെന്നെ വളരെ വാത്സല്യത്തോടു കൂടിയാണ് വളർത്തിയത്. അമ്മയാണെങ്കിൽ എൻ്റെ ഒരു കാര്യത്തിനും എതിര് നിൽക്കാറുമില്ല. എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ട്. അതുകൊണ്ട് അച്ഛൻ കുറച്ച് പ്രായം കൂടിയ ആളായിട്ടും അമ്മ നല്ല ചെറുപ്പക്കാരിയായിട്ടാണ് എന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പണ്ടൊക്കെ അങ്ങനെയാണ് കല്യാണം കഴിപ്പിക്കാമെന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷേ എന്നാലും വീട്ടിലെനിക്ക് അമിതമായ സ്വാതന്ത്ര്യവും മറ്റുമുണ്ടായിരുന്നു. അതൊന്നും ദുരുപയോഗം ചെയ്യാൻ ഞാൻ ശ്രമിച്ചതുമില്ല. പക്ഷേ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് മടിച്ചാണ് ഞാൻ. അതുകൊണ്ട് കല്യാണത്തെയും ഭയന്നിരുന്നു. വല്ലവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങളെല്ലാം നോക്കണം. ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മ ചെയ്യുന്നത് പോലെ തന്നെ പുറകെ നിന്ന് ചെയ്തു കൊടുക്കണം. അതൊന്നും എനിക്ക് വയ്യ. വലിയ ടാസ്ക്കാണ്. അത് പേടിച്ചിട്ടാണ് ഞാൻ കല്യാണം കഴിക്കാതിരുന്നത്. എനിക്ക് ആലോചനകൾ വന്നപ്പോൾ എൻ്റെ അച്ഛനോട് ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെയാണ്. എനിക്ക് വയ്യ, എനിക്കിഷ്ടമല്ല, ഞാനൊന്നും ചെയ്യില്ലെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ വരുന്ന ചെക്കന്മാരോടൊക്കെ പറ, എനിക്ക് വീട്ടുജോലിയൊന്നും ചെയ്യാൻ അറിയില്ല, ഞാൻ ഒട്ടും ചെയ്യുകയില്ല. അങ്ങനെ പറയുമ്പോൾ നിൻ്റെ സൗന്ദര്യം കണ്ട് ഏതെങ്കിലും ചെക്കൻ ഇഷ്ടപ്പെട്ടിട്ട് അതൊന്നും സാരമില്ല, അല്ലെങ്കിൽ വീട്ടിൽ ജോലിക്കാരുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ നിൻ്റെ കല്യാണം നടക്കും. അതുകൊണ്ട് കുറേ ചെക്കന്മാർ വന്ന് നിന്നെ കാണട്ടെ, ഏതെങ്കിലും ഒന്ന് ഒത്തു വരണമെങ്കിൽ 3-4 വർഷം എടുക്കും എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി. എന്തായാലും അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ വന്ന് 3ാമത്തെ ചെക്കനെ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോലും അത്രയും സൗന്ദര്യമുള്ള ഒരാളെ കണ്ടിട്ടില്ല. അത്രയും സുന്ദരം വന്നപ്പോൾ എങ്ങനെയാണ് കൈവിടുക? അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിച്ചു. എന്തായാലും ഞാൻ ഹസ്ബൻഡിനോട് കാര്യങ്ങൾ തുറന്നു വാങ്ങിയപ്പോൾ, സാരമില്ല, അധികം ജോലിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് പണ്ട് തൊട്ടേ ജോലിക്കാരിയുണ്ട്, അതുകൊണ്ട് ആ പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെ വിവാഹം നടന്നു. ഭർത്താവ് ഞാൻ മോഹിച്ചത്രയും സുന്ദരൻ, ഒന്നും അറിയാതെ എല്ലാം അറിയണമെന്നുള്ള രീതിയിൽ ജീവിച്ചു വന്ന എനിക്ക് അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഭർത്താവിൽ നിന്നുള്ള സ്നേഹവും പരിചരണവും ആവേശവും ഒക്കെ കൂടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ വീട്ടിനേക്കാൾ കംഫർട്ടബിളായി. എൻ്റെ ഭർത്താവിന് 2 സഹോദരിമാരുണ്ട്. മൂത്തതും ഇളയതും 2 പേരുടെയും വിവാഹം കഴിഞ്ഞതാണ്. ദൂരെയാണ് താമസിക്കുന്നത്. അമ്മായച്ചനും അമ്മായിയമ്മയും ആ വീട്ടിലുണ്ട്. പക്ഷേ എൻ്റെ വീടിനെ പോലെ ഒരു സാമ്യമുണ്ട്. അവിടുത്തെ അമ്മായിയമ്മ ചെറുപ്പമാണ്, തീരെ ചെറുപ്പം. പിന്നെ അച്ഛൻ പ്രായമുള്ള ആളുമാണ്. ഞങ്ങളുടെ വീട്ടിലെ പോലെ തന്നെ. ആ സമയം എനിക്ക് കൂടുതൽ ഇഷ്ടമായി. പിന്നെ അമ്മായിയമ്മ ഒരു കൂട്ടുകാരിയെ പോലെയാണ് ആദ്യം മുതലേ. ചെറുപ്പക്കാരി സുന്ദരിയുമായ എൻ്റെ അമ്മായിയമ്മയ്ക്ക് ചെറിയ ശ്വാസം മുട്ടലുണ്ട്. അടുക്കളയിൽ കടുക് വറുത്താലും അല്ലെങ്കിൽ പുകയും മണവും ഒക്കെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് പുറത്തുനിന്നൊരു പാചകക്കാരി വരുന്നത്. അവരാണെങ്കിൽ അടിപൊളിയാണ്, എല്ലാം നന്നായി ഉണ്ടാക്കിത്തരും. അമ്മായിയമ്മ അവിടെ വീട്ടിൽ വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടി അവിടെ ജോലിയായി ജീവിച്ചു. ഭർത്താവിനേക്കാൾ കൂടുതൽ അടുപ്പം എനിക്ക് പതുക്കെ അമ്മായിയമ്മയായിട്ടാണ് വന്നത്. അമ്മായച്ചൻ ചില ദിവസങ്ങൾ വരികയുള്ളൂ. അദ്ദേഹത്തിന് 2 സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയല്ല, തൃശ്ശൂരാണ്. ആ വീട്ടിൽ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഓരോ ആഴ്ചയും ഞങ്ങൾ വീട്ടിൽ പോകും, അവിടെ ഒരു ദിവസം നിൽക്കും. അച്ഛനോടും അമ്മയോടും എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് അല്ലേ. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ മരുമകനെ സൽക്കരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് പിന്നെ ഏതൊരു അമ്മായിയമ്മമാർക്കും അങ്ങനെയാണല്ലോ. മകളുടെ ഭർത്താവിനോട് ഭയങ്കര ഒരു സൽക്കാരപ്രിയമായിരിക്കും. അങ്ങനെ തന്നെയായിരുന്നു അമ്മ. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ തനിയിരുന്നപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, എടി എങ്ങനെയുണ്ട് യഥാർത്ഥത്തിൽ അവൻ? നീ വിചാരിച്ച പോലുള്ളൊരു ഹസ്ബൻഡാണോ? ഞാൻ പറഞ്ഞമ്മേ, വിചാരിച്ച പോലെ തന്നെ. ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ഒരു കുഴപ്പമില്ല. അമ്മായിയമ്മയും ഞാനും തമ്മിൽ ഭയങ്കര ജോലിയാണ്. എടി, ഞാനതാണോ ചോദിച്ചത്? അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമല്ലേ. നീ നിൻ്റെ ഭർത്താവും തമ്മിൽ എങ്ങനെയാണ്?
ഞാൻ പറഞ്ഞു, നല്ല സ്നേഹമാണ് എന്നോട്. ആ, സ്നേഹം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ എങ്ങനെയാ? ഞാൻ ചോദിച്ചു, അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? പച്ചയായിട്ട് അങ്ങ് പറ, എങ്കിലല്ലേ എനിക്ക് പച്ചയായിട്ട് മറുപടി തരാൻ പറ്റുള്ളൂ. നിന്നോട് ഇത്രയും കാലം ഞാൻ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, എങ്കിലും ഇപ്പോൾ നീ ഒരു ഭാര്യയാണല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഭർത്താവ് എന്നുള്ള നിലയിൽ അവൻ എങ്ങനെയാണ്, കഴിവുകളുള്ള ഒരാളാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ ഭർത്താവ് സൂപ്പർമാൻ ആയിരിക്കണോ? അതല്ല, സൂപ്പറാണോ എന്ന് മാത്രം നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഭർത്താവ് സൂപ്പർമാനാണ്, എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് അദ്ദേഹം പെരുമാറുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, അവന് ആവേശം ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, അത് പിന്നെ അങ്ങനല്ലേ, കല്യാണം കഴിക്കുമ്പോൾ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും ഒക്കെ ആവേശം കൂടുതലല്ലേ, അമ്മ എന്താ അങ്ങനെ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇത് കേട്ട് ബഹളം വയ്ക്കുകയൊന്നും ചെയ്യരുത്, നീ നല്ല രീതിയിൽ ഒതുക്കത്തിൽ പെരുമാറണം. എന്താ അമ്മ സംഭവിച്ചത്? അമ്മ ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം പറ. അത്ര വലിയ ടെൻഷൻ അടിക്കാനൊന്നുമില്ല, അവൻ എന്നെ കാണുമ്പോഴേക്കും ആകെ കൂടി കണ്ണുകൾ കൊണ്ട് ഒന്നൊഴിയുന്ന പോലെ എനിക്ക് തോന്നുന്നു, നോട്ടം വേറെ പല ഭാഗത്തുമാണ്. അമ്മ എന്തൊക്കെയായി പറഞ്ഞത്? പുള്ളിക്ക് അങ്ങനൊന്നുമില്ല. ആ, നിനക്കങ്ങനെ പറയാം, ഒരു സ്ത്രീയല്ലേ ഞാൻ, എനിക്ക് മരുമകനോട് മകനെപ്പോലുള്ള സ്നേഹമാണ്. പക്ഷേ അവൻ്റെ നോട്ടം ഇപ്പോൾ കാണുമ്പോഴേക്കും ഒരുമാതിരി കുത്തുന്ന നോട്ടം. അയ്യോ, അമ്മയ്ക്ക് എന്താ അങ്ങനെ തോന്നാൻ കാര്യം? ഇടയിൽ എനിക്ക് തോന്നാൻ കാരണമല്ല, അങ്ങനെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവൻ എന്നെ കയറി ഒന്ന് മുട്ടാൻ വന്നു. അമ്മ എന്തായി പറഞ്ഞത്? ആ, നടന്നു പോയപ്പോഴില്ലേ അവൻ ഒന്നും അറിയാത്ത പോലെ എന്നെ ഒന്ന് മുട്ടിയ പോലെ എനിക്ക് തോന്നി. അമ്മയ്ക്ക് വെറുതെ തോന്നുമായിരിക്കും, പുള്ളിക്ക് അങ്ങനെയൊന്നുമില്ല, പുള്ളി എൻ്റെ ടൈപ്പാണ്, ഒരു പാവ മനുഷ്യനാണ്. എടി, അവൻ പാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന് ആവേശമുണ്ടോ? ആ, ആവേശമുണ്ട്, എന്നോട് നല്ല ആവേശമുണ്ട്. എങ്കിൽ അവനെ സൂക്ഷിക്കണം. പണ്ട് ഒരു കോമഡി സ്കിറ്റിൽ പറഞ്ഞതുപോലെ അവൻ്റെ നോട്ടം കരിക്കിലല്ല, നല്ല കൊട്ട തേങ്ങയിലാണ് എന്നുള്ള രീതിയിലാണ് അവൻ്റെ പെരുമാറ്റമെന്ന്. അപ്പം അമ്മ പറയുന്നത് എൻ്റെ ഭർത്താവ് അമ്മയെ ടാർഗറ്റ് ചെയ്യുന്നതാണോ? ആ, എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്തോ അവന് എന്നോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അല്ലെങ്കിൽ നിനക്കറിയാമല്ലോടി, ഞാൻ ഇത്രയും പ്രായമായിട്ടും ചെറുപ്പക്കാരിയെ പോലെ ഇരിക്കുന്നതുകൊണ്ട് പലപ്പോഴും കടയിലൊക്കെ പോകുമ്പോഴും പല സ്ഥലത്ത് വെച്ചും ആണുങ്ങൾ എൻ്റെ പുറകെ നടക്കാറുണ്ടെന്ന് നിനക്കും അറിയാമല്ലോ. മരുമകൻ ഇനി എന്നെ കണ്ട് എൻ്റെ അടുത്തെങ്ങാനും ആവശ്യമില്ലാത്ത രീതിയിൽ അടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതമല്ലേ പോന്നേ മോളെ, അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം. ഇതൊക്കെ കേട്ട് എനിക്ക് ആകെ വിഷമമായി. ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരാളാണോ എൻ്റെ ഭർത്താവ്, അതോ അമ്മ തെറ്റിദ്ധരിക്കുന്നതാണോ? എന്തായാലും ആരോട് പറയാൻ പറ്റില്ലല്ലോ, ഭർത്താവിനെ പിണക്കാൻ പറ്റില്ല. ഞാൻ ശ്രദ്ധിക്കാമേ, ഇനി അങ്ങനെ കൊണ്ട് ഞാനിവിടെ വരുന്നത് കുറയ്ക്കും, എല്ലാ ആഴ്ചയിലും ഞാൻ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ പറഞ്ഞു, ആ, അത് കറക്റ്റാണ് മോളെ, അവനെയും കൊണ്ട് എല്ലാ ആഴ്ചയും ഇങ്ങോട്ട് വരണ്ട, നീ മാസത്തിൽ 2 ദിവസം വല്ലതും വന്നു, ഞാൻ ഇടയ്ക്ക് നിന്നെ അവിടെ ഒന്ന് കാണാം. അല്ല, അമ്മ അങ്ങോട്ട് വന്നെന്ന് പറഞ്ഞാലും പുള്ളി തട്ടോ മുട്ടോ വല്ലതും ചെയ്താലോ നോക്കിയാലോ, ഓ, അത് സാരമില്ല, അവിടെ അവൻ്റെ അമ്മയൊക്കെ ഉള്ളതല്ലേ, പ്രശ്നമൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് വരാം മോളെ, നീ ഇങ്ങോട്ട് അവനെ അധികം കൊണ്ടുവരണ്ട. പാവം എൻ്റെ അമ്മ. അമ്മ എന്നോട് ഈ വാണിംഗ് ഒക്കെ തന്നതുകൊണ്ട് ഭർത്താവിൻ്റെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ ഇനി ശ്രദ്ധിക്കും. അമ്മ പറഞ്ഞത് കറക്റ്റാ, ഇനി ഞാൻ വീട്ടിലേക്ക് അങ്ങനെ പോകുന്നില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. ഭർത്താവിനോട് ഞാൻ ഇത് പറഞ്ഞില്ല. അങ്ങനെ സംശയത്തിൽ ഞാൻ വീക്ഷിച്ചു. അങ്ങയുടെ മൊബൈലൊക്കെ എടുത്ത് ഞാൻ ഒന്ന് സെർച്ച് ചെയ്തു, ഒന്നും കണ്ടില്ല. പിടിക്കും ഞാൻ കള്ളനെ എന്ന് മനസ്സിൽ വിചാരിച്ചു. എങ്കിലും അമ്മയുടെ ഉപദേശം മൂലം ഞാൻ കൂടുതൽ ആക്റ്റീവായിട്ട് ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ നോക്കി നടത്താൻ തുടങ്ങി. പെട്ടെന്ന് എൻ്റെ മാറ്റം ആവേശം കൂടി കഴിഞ്ഞപ്പോഴേക്ക് ഹസ്ബൻഡ് ചോദിച്ചു, അല്ല, ഈയിടയ്ക്ക് എന്താ നിനക്കെന്നോട് ഒത്തിരി സ്നേഹം? ഞാൻ പറഞ്ഞു, എനിക്കെന്തോ സ്നേഹിക്കണമെന്ന് തോന്നുന്നു, നിങ്ങൾ കൈവിട്ട് പോകുമോ എന്നെനിക്ക് പേടിയാണ്. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? അല്ലല്ല, എനിക്കിപ്പം യഥാർത്ഥത്തിൽ നിങ്ങളോട് സ്നേഹം വന്നു. അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കാതെ നിങ്ങൾ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ ഞാൻ ശ്രമിച്ചു. പിന്നെ വീട്ടിലേക്ക് പോകുന്നത് ഞാൻ കുറച്ചു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ആ, എനിക്കത്ര നല്ല മൂഡൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് 2-3 മാസം പോകാതിരുന്നു. 2-3 വട്ടം ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നീ എന്താണ് പഴയതുപോലെ നിൻ്റെ വീട്ടിൽ പോകണമെന്ന് പറയാത്തത്? ഓ, ഞാൻ പറഞ്ഞു, സാരമില്ല, ഞാൻ ഇവിടെ വട്ടൊക്കെ സെറ്റായി, എനിക്ക് ഹോം സിക്നെസ് ഉള്ളപ്പോഴായിരുന്നു ഞാൻ അങ്ങോട്ട് പോകാൻ നിർബന്ധിക്കുന്നതെന്നും. ആ, ഓക്കെ എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് പിന്നെ മിണ്ടിയില്ല. 1-2 മാസം അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആഴ്ചയിൽ അമ്മ ഒരു ദിവസം ഇങ്ങോട്ട് വരും. എൻ്റെ ഹസ്ബൻഡ് ഓഫീസിൽ പോയ ശേഷമാണ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അമ്മയുമായിട്ട് നല്ല കോളാണ് എൻ്റെ അമ്മ. അവർ രണ്ടുപേരും കൂടി
കൂടി കൂട്ടുകാരികളെ പോലെയായി. എന്തെങ്കിലുമൊക്കെ കളിതമാശകൾ പറഞ്ഞ് അവരുടെ ലോകത്താണ്. പിന്നെ എൻ്റെ അമ്മയാണെങ്കിൽ പാചകം ചെയ്യും. പിന്നെ വീട്ടിലെ ജോലിക്കാരിയില്ലേ, ആ ചേച്ചിയുമായിട്ട് ചേർന്ന് എൻ്റെ അമ്മ പുതിയ ഡിഷുകളൊക്കെ ഉണ്ടാക്കും. അത് എൻ്റെ അമ്മായിമ്മയ്ക്ക് കൊടുക്കും. അതൊക്കെ എൻ്റെ അമ്മായിമ്മയ്ക്ക് ഒത്തിരി സന്തോഷമാണ്. എൻ്റെ അമ്മ പോയി കഴിയുമ്പോഴേക്കും അമ്മായിമ്മ പറയും, എടീ എന്തൊരു മിടിക്കുക നിൻ്റെ അമ്മ, നല്ല സ്മാർട്ട് എന്ന് പറഞ്ഞ് അമ്മയെ അഭിനന്ദിക്കും. അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ കുഞ്ഞമ്മയുടെ മകളുടെ കല്യാണം വന്നു. അമ്മ എന്നെ വിളിച്ചു. ഹസ്ബൻഡ് അന്ന് വരാൻ പറ്റില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട് ഓഫീസിൽ. അപ്പോൾ പുള്ളി ബിസിയാണ്. പിന്നെ ഞാൻ അമ്മായിമ്മ വിളിച്ചു. അപ്പോൾ അമ്മായിമ്മയ്ക്കും അത്രയും ദൂരമൊന്നും വരാൻ വയ്യ. എന്തായാലും ഞാനിവിടെ ഒരുങ്ങി അമ്മയുടെ കൂടെ പോയിക്കോളാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഞാൻ ഒരുങ്ങി വീട്ടിൽ ചെന്നു. അച്ഛനും ഞങ്ങളെല്ലാവരും കൂടി കാറിലാണ് പോകുന്നത്. വീട് വരെ എൻ്റെ ഹസ്ബൻഡാണ് കൊണ്ടുവിട്ടത്. എങ്കിലും വീടിനകത്തേക്ക് കയറിയില്ല. പുള്ളി അത് വഴിക്കങ്ങ് പോവുകയും ചെയ്തു. ഹസ്ബൻഡ് വരുന്നില്ല, ഓഫീസിൽ പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ പിന്നെ പുള്ളിയെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പിന്നെ എൻ്റെ കുഞ്ഞമ്മയുമായിട്ട് എൻ്റെ അമ്മ അത്ര വലിയ ടൈംസ് ഒന്നും അല്ലാത്തത് കൊണ്ട് തലേദിവസമൊന്നും പോയില്ല. കല്യാണത്തിന് മാത്രമാണ് പോകുന്നത്, ജസ്റ്റ് തല കാണിക്കാൻ. പക്ഷേ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് എനിക്ക് ഒരക്കടി പറ്റി. കാര്യം താലിമാല കാണാനില്ല. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും താലിമാലയൊന്നും ഇടാതെ എങ്ങനെയാണ് പോകുന്നത്? ഞങ്ങളുടെ ബെഡ്റൂമിൽ ഇരിക്കുകയാണ് എൻ്റെ താലി. അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ശരി നമുക്ക് പോയി എടുത്തിട്ട് വന്നിട്ട് അമ്മയും കൊണ്ട് തിരിച്ചു പോകാമെന്ന്. രണ്ടും രണ്ട് റൂട്ടാണ്. ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ധൃതി വെച്ച് കയറി. ഭർത്താവിനെ വിളിച്ചിട്ട് കാര്യമില്ല, അദ്ദേഹം അവിടെ ഓഫീസിലായിരിക്കുമല്ലോ. അമ്മായച്ചൻ അവിടെ ഇല്ല, പിന്നെ അമ്മായിമ്മ മാത്രമേ ഉള്ളൂ. അവരെന്തായാലും കാർ ഓടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് തരില്ല, അവിടെ പോയി എടുക്കുക തന്നെ വേണം. വീടിൻ്റെ അവിടെ അച്ഛൻ കാർ നിർത്തി. ഞാൻ വീട്ടിലേക്ക് ഓടിക്കയറി. ആ സമയത്ത് നോക്കുമ്പോഴേക്കും കറണ്ട് ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം KCBയിലെ ആൾക്കാർ വന്ന് അവിടെ പോസ്റ്റിൻ്റെ അടുത്തൊക്കെ നിൽക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോളിംഗ് ബിൽ അടിച്ചിട്ട് കാര്യമില്ല. ഞാൻ കതകിന് തട്ടി നോക്കി, സമയമില്ല. എന്തായാലും അമ്മായിമ്മയും പിന്നെ ജോലിക്കാരെയും പുറവശത്ത് കാണും. അവർ അടുക്കളയിലിരുന്ന് എന്നും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റൊരു ജോലി ചെയ്യും, അമ്മായിമ്മ നോക്കിയിരിക്കും. ഇതാണല്ലോ പരിപാടി. അപ്പോൾ പുറകിൽ കൂടെ ഓടിക്കയറാം എന്ന് വിചാരിച്ചു. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പുറകിൽ ആരുമില്ല. ചേടാ ഇവരൊക്കെ എവിടെ പോയി? ഇത് പൂട്ടിയോ? ഞാൻ ജസ്റ്റ് തള്ളി നോക്കി. പക്ഷേ ആ കതക് തുറന്നു. ഞാൻ അടുക്കളയിലേക്ക് കയറി. പെട്ടെന്ന് അകത്തേക്ക് കയറി. എത്രയും പെട്ടെന്ന് താലിമാല എടുത്തിട്ട് അച്ഛൻ്റെ കൂടെ കാറി പോകണമല്ലോ, അതായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ അമ്മയെന്നൊന്നും ഞാൻ വിളിച്ചില്ല. അമ്മ അപ്പുറത്തേക്കെങ്ങാനും പോയായിരിക്കും. ആ ചേച്ചിയും അമ്മയും കൂടെ ഒക്കെ ചിലപ്പോൾ അപ്പുറത്തെ വീടുകളൊക്കെ വിസിറ്റ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. മാലയെടുത്ത് കഴുത്തിലിട്ട് ഒന്ന് ചന്തം നോക്കിയിട്ട് പെട്ടെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അമ്മയുടെ റൂമിനകത്ത് എന്തോ ഒരു ശബ്ദം കേട്ടത്. എനിക്കാകെ സംശയമായി. ഞാൻ പെട്ടെന്ന് റൂമിനടുത്തേക്ക് ചെന്നു. നല്ല സംഭാഷണം, പരിചയമുള്ള ശബ്ദം എനിക്ക് കേൾക്കാം. പതുക്കെയാണ് സംസാരിക്കുന്നത്. എടാ മോനെ, ഇന്നെങ്കിലും നീ സമയത്തെപ്പറ്റി ഓർക്കരുത്. നീ വേവലാതിപ്പെടാതെ ടെൻഷൻ അടിക്കാതെ വേണം എന്നൊക്കെ പറയുന്നു. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് ആകെ കൂടി ഞെട്ടിപ്പോയി. അകത്തുള്ളത് എൻ്റെ ഭർത്താവും എൻ്റെ അമ്മായിമ്മയാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കാല് ഓടുന്നില്ല, കൈ ഓടുന്നില്ല. ഞാൻ അവിടെ നിൽക്കുകയാണ്. ഈ വീട്ടിൽ എന്താണ് നടക്കുന്നത്? സത്യമാണോ അതോ അകത്തുനിന്ന് ഞാൻ കേൾക്കുന്ന ശബ്ദം സത്യമാണോ അതോ എനിക്ക് തോന്നുന്നാണോ? ഒന്നും മനസ്സിലാകുന്നില്ല. ആകെ വല്ലാത്ത അവസ്ഥയിലായി. ഒന്ന് ബോധം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ആ റൂമിൻ്റെ വാതിലിന് ഒറ്റ ചവിട്ട്. അത് തുറന്നില്ല. പക്ഷേ ആരാന്ന് അമ്മാമ്മ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, അമ്മേ ഞാനാ, കതകൊന്ന് തുറന്നേന്ന്. പക്ഷേ 3-4 മിനിറ്റ് എടുത്തു അമ്മ കതക് തുറക്കാൻ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന പോലൊരു ഭാവം. അമ്മ എന്താ ഉറങ്ങായിരുന്നു ചോദിച്ചു. അപ്പോൾ അമ്മ ചോദിച്ചു, നീ എന്തിനാണ് ശക്തിയായിട്ട് റൂമിൻ്റെ വാതിൽ മുട്ടിയത്? അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല അകത്തുനിന്ന് എന്തൊരു സംസാരം കേട്ടു, ഇനി വല്ല കള്ളന്മാരും കയറിയതാണെന്ന് എനിക്കൊരു സംശയം, അതുകൊണ്ടാണെന്നും. അതൊന്നുമില്ല, ഞാനാണെങ്കിൽ അങ്ങ് വയ്യാതെ കിടക്കുമായിരുന്നു. കിടന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴില്ലേ യൂട്യൂബിൽ ഞാൻ വീഡിയോ കാണുമായിരുന്നു, കോമഡി പ്രോഗ്രാമാണെന്ന്. അകത്ത് കേട്ടത് കോമഡിയില്ലെന്നും എൻ്റെ ഭർത്താവാണെന്നും എനിക്കുറപ്പായിരുന്നു. ഞാൻ പെട്ടെന്ന് അകത്തേക്ക് കയറി. നീ എന്തിനാണ് എൻ്റെ മുറിക്കകത്ത് കയറുന്നത് എന്ന് അമ്മാമ്മ ചോദിച്ചു. അല്ല ഞാനൊന്ന് നോക്കട്ടെ, ഈ മുറിക്കകത്ത് എന്താ കോമഡി നടക്കുന്നതെന്ന്. നിനക്കെന്താ ഭ്രാന്തി പിടിച്ചോ? വിവാഹത്തിന് പോകുന്നവള് അതിന് പോയാൽ പോരെ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറഞ്ഞു, ചുമ്മാ വന്നാണ്, എനിക്ക് തോന്നി. ഞാൻ നോക്കട്ടെ, ഇതിനകത്ത് ഏതോ കള്ളനുള്ളത് പോലെ എനിക്ക് തോന്നുന്നത്. നിനക്ക് എന്താ പ്രശ്നം മോളെ എന്നൊക്കെ അവർ പറഞ്ഞു. ഇടയ്ക്ക് ദേഷ്യപ്പെടുന്നുകൊണ്ട് ഞാൻ എന്തായാലും ഉടനെ തന്നെ കട്ടിലിനടിയിൽ പോയി നോക്കി. പക്ഷെ അവിടെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ബാത്റൂമാണ് ഉള്ളത്. ഞാൻ ബാത്റൂമിൽ നോക്കി കഴിഞ്ഞപ്പോഴുണ്ട് എൻ്റെ ഭർത്താവ് ബാത്റൂമിൽ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളെന്തിനാണ് ബാത്റൂമിൽ നിൽക്കുന്നതെന്നും. അത് നമ്മുടെ അവിടുത്തെ ഫ്ലഷ് വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നു
തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സഹനശക്തി മുഴുവൻ അങ്ങ് പോയി. ഞാൻ പറഞ്ഞു, ഈ സംഭാഷണങ്ങളും ഇവിടുത്തെ ഞരക്കവും കൊഞ്ചലും എല്ലാം ഞാൻ കേട്ടതാണ്. സത്യം പറ, ഇവിടെ എന്താ നടക്കുന്നത് എന്ന് ചോദിച്ച് ഞാൻ ശരിക്കും അലറി. എൻ്റെ അലർച്ച ഉച്ചത്തിലായി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ വന്ന് എന്നെ പിടിച്ചു. നീ ഒന്ന് അടങ്ങ്, നീ ഇങ്ങനെ കിടന്ന് ഒച്ചയെടുക്കരുത്. ആരെങ്കിലും കേട്ടുകഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? മരുമകൾക്ക് പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമുണ്ട്. ഇവിടെ നടന്നത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്താണ് ഇവിടെ നടക്കുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ അലർച്ച നിർത്താം. ലോകത്തിൽ ഒരിടത്തും കേൾക്കാത്തൊരു സംഭവമാണിത്. ഇതെന്താണ് എന്ന് പറഞ്ഞ് ഞാൻ പിന്നെയും ഒച്ച ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നോട് പറഞ്ഞു, മോളെ, എടി നീ കിടന്ന് ബഹളമുണ്ടാക്കി ആൾക്കാരെ പിന്നെ അറിയിക്കരുത്. ഞങ്ങൾ അമ്മയും മകനുമല്ല. പിന്നെ നിങ്ങൾ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, എടി നീ ഒച്ച ഉണ്ടാക്കരുത്. ഞാൻ അവൻ്റെ രണ്ടാനമ്മയാണ്. മൂന്നാമത്തെ പ്രസവത്തിലാണ് എൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യ മരിച്ചു പോകുന്നത്. അത് കഴിഞ്ഞ ശേഷമാണ് എന്നെ വിവാഹം കഴിച്ചത്. എൻ്റെ വിവാഹം ഒന്ന് കഴിഞ്ഞതാണ്. കുട്ടികളുണ്ടാകാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് എന്നെ അങ്ങ് ഉപേക്ഷിച്ചു. അങ്ങനെ ഞാൻ ഇനിയൊരു ജീവിതം കിട്ടില്ല എന്ന് വിചാരിച്ച് നടക്കുമ്പോഴാണ് ഇങ്ങനൊരു ഓഫർ വന്നത്. ഞാൻ അപ്പോൾ അതിന് സമ്മതിച്ചു. അതാണ് സത്യം. ഓക്കെ, സത്യം അതായിക്കോട്ടെ. നിങ്ങൾ സ്വന്തം അമ്മയല്ല, രണ്ടാനമ്മയാണ്. പക്ഷേ മക്കളെ മക്കളായി കാണണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മാമ്മ പറഞ്ഞു, അങ്ങനെ കുറേ കാലമൊക്കെ കഴിഞ്ഞു, ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവൻ ഒരൊത്ത പുരുഷനായി കഴിഞ്ഞപ്പോഴേക്കും അവനാണ് എന്നോടടുത്ത് സ്നേഹത്തിൽ പെരുമാറാൻ വന്നത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് അതിൽ ഒരു കുഴപ്പവും തോന്നിയില്ല. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിൻ്റെ ഭർത്താവിനാണ്. അവനാണ് എന്നോട് അടുത്ത് പെരുമാറാൻ വന്നത്. അതുകൊണ്ട് ഞാനതിൽ വീണുപോയി. തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റായിരിക്കും. എന്നാൽ ചില തെറ്റുകളിലും അതിൻ്റെതായ മാധുര്യമുണ്ട്. അതുകൊണ്ട് നീ ഇപ്പോൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നുമില്ല. രഹസ്യമായി നടന്നുകൊണ്ടിരുന്നൊരു കാര്യമാണ്. എൻ്റെ ഭർത്താവിന് പോലും അറിയില്ല. ആർക്കും അറിയാത്തൊരു കാര്യം ഇപ്പോൾ നീ കണ്ടുപിടിച്ചു. ഇനിയിപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് തന്നെ നാണക്കേടാകും. അത്രയേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും അത് നിഷേധിക്കും. അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് നീ ഇത്ര നേരമായിട്ടും വീഡിയോയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതിനെപ്പറ്റി ഇനി ഒന്നും പറയുന്നില്ല. നീ അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞ് അമ്മായിമ്മ ഇറങ്ങിപ്പോയി. ആ സമയത്തും എൻ്റെ ഭർത്താവ് ഒരു വല്ലാത്ത രീതിയിൽ നിൽക്കുകയാണ്. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്? എൻ്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സ്വഭാവം നല്ലതല്ലെന്ന്. അപ്പോഴാണ് അച്ഛൻ എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, അച്ഛാ, അച്ഛൻ പോയിക്കോ, ചേട്ടൻ ഇവിടെയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കല്യാണ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഒരു 10 മിനിറ്റ് അമ്മായിമ്മയുണ്ട്, ഒരുങ്ങട്ടെന്ന് പറഞ്ഞു. ആ എങ്കിൽ ശരിയെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പെട്ടെന്നങ്ങ് പോയി. ഞാൻ ഷൗട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഭർത്താവ് വെറുതെ നിൽക്കുകയാണ്. ഇതെല്ലാം കേട്ടുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, കൗമാരപ്രായമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും രണ്ടാമ്മയും അച്ഛനും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതാണ് എപ്പോഴും കാണുന്നത്. കുട്ടികൾക്ക് അതിൻ്റെ കാര്യങ്ങൾ ഒന്നും അറിയില്ല. പക്ഷേ ആണായതുകൊണ്ട് കുറച്ച് ഇൻഫർമേഷൻസൊക്കെ സമൂഹത്തിൽ നിന്ന് കൂടുതൽ കിട്ടുമല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് ഹസ്ബൻഡ് കേട്ടു. അതായത് ഭർത്താവിന് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഇവർക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല. അവരുടെ ജീവിതം സാറ്റിസ്ഫൈഡ് അല്ല. ഇത് പറഞ്ഞാണ് വഴക്കുണ്ടാക്കുന്നത്. ഡിഗ്രിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് രണ്ടാനമ്മയോട് കാര്യങ്ങളൊക്കെ പിന്നീട് തുറന്നു ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ രണ്ടാനമ്മ പറഞ്ഞത് സ്വന്തം അച്ഛൻ്റെ കുറ്റങ്ങളാണ്. ഇങ്ങനെ എന്തിനാണ് കല്യാണം കഴിച്ചത്, ഒരു ഗുണവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിന് രണ്ടാനമ്മയോട് സഹതാവുമേറി സ്വാന്തനിപ്പിക്കാൻ ചെന്നു. എന്തായാലും ഈ പറഞ്ഞതുപോലെ 1 1 2 എന്ന് പറഞ്ഞ രീതിയിലായിരുന്നു. സ്വാതന്ത്ര്യപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മയ്ക്ക് കൊള്ളാം ഈ സ്വാതന്ത്ര്യം എന്ന് തോന്നി. പിന്നെ ചെറിയ പ്രായമല്ലേ, അങ്ങനെ കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ തീ പടരാൻ എന്തെങ്കിലും വേണോ? അങ്ങനെയാണ് ഈ ബന്ധം തുടങ്ങിയെന്ന് പറഞ്ഞു. വർഷങ്ങളായുള്ള ഒരു കാര്യമാണിത്. പിന്നെ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ കാര്യങ്ങളിൽ ഷെഡ്യൂൾസൊക്കെ മുടങ്ങിപ്പോയി. അവർ അവരുടേതായ സമയം കണ്ടെത്താൻ ഒത്തിരി പാടുപെട്ടു. ഇന്നൊരു ശുഭമുഹൂർത്തം ഉണ്ടായതാണ്. അത് ഞാൻ വന്ന് പൊളിക്കുകയും ചെയ്തു. എന്നാലും അമ്മായിമ്മ എങ്ങും പോയിട്ടില്ല, അടുത്തന്നെ ഉണ്ട്. അവരും ഇടയ്ക്ക് ശബ്ദം താഴ്ത്തി സംസാരിക്കൂ മോളെ, ശബ്ദം താഴ്ത്തി സംസാരിക്കൂ എന്ന് പറയുന്നുണ്ട്. എനിക്ക് ദേഷ്യം വന്നു. ഞാനിടയ്ക്ക് അലറുകയും പറയുകയും ഒക്കെ ചെയ്തു. ഏതെങ്കിലും ഒരു ഭാര്യ സഹിക്കുമോ മാഡം? ഭർത്താവിന് കൂടുതലൊന്നും പറയാനില്ല.
പുള്ളി സ്വയം ന്യായീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ശരി, എനിക്ക് വിവാഹബന്ധത്തിൽ തുടരാൻ താല്പര്യമില്ല. നിങ്ങളുടെ കുടുംബത്തിൻ്റെ രഹസ്യം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞാൻ നിങ്ങളുടെ കുടുംബത്തിനെ അപമാനിക്കുന്നില്ല. നിങ്ങളും വിവാഹമോചനം മ്യൂച്വലായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഈ വീട്ടിൽ നടന്നത് എന്താണെന്ന് ഞാൻ ആരോടും പറയാനും പോകുന്നില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞു. ഉടനെ അമ്മായിമ്മ എന്നോട് ചോദിച്ചു, അതൊക്കെ നീ എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് അങ്ങ് പോകുന്നു. എവിടേക്കാണ് നീ പോകുന്നത്? പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ എൻ്റെ വീട്ടിൽ പോകുകയാണ്. ശരി, വീട്ടിലങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും നിൻ്റെ അമ്മ അവിടെ ഉണ്ടല്ലോ. അമ്മയുമായിട്ടുള്ള ബന്ധം നീ ഉപേക്ഷിക്കുമോ? അല്ല, എൻ്റെ അമ്മയുമായിട്ടുള്ള ബന്ധം ഞാനെന്തിനാ ഉപേക്ഷിക്കുന്നത്? അപ്പോൾ ആ അമ്മായിമ്മ പറഞ്ഞു, നിൻ്റെ അമ്മയും സെയിം തെറ്റ് ചെയ്ത ആളല്ലേ. അവിടെ ഒരു നീതിയും ഇവിടെ ഒരു നീതിയുമോ? അതെന്താ അങ്ങനെ? ഞാൻ ചോദിച്ചു, സെയിം തെറ്റോ? നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കല്യാണം കഴിഞ്ഞ് 3 മാസമായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ എനിക്ക് വാങ്ങി തന്നതാണ്. എടി, നിൻ്റെ ഭർത്താവിനെ ശ്രദ്ധിക്കണം. അമ്മയോട് ഇങ്ങനെ എന്തോ കണ്ണും കലാശമൊക്കെ കാണിച്ചു. ഇതുപോലെ വൃത്തികെട്ട മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയും നേരം ശബ്ദം നിയന്ത്രിച്ച് പറഞ്ഞ അമ്മായിമ്മ എന്നോട് പറഞ്ഞു, എടി നിർത്ത്, നിൻ്റെ അമ്മയുടെ പുരാണങ്ങ് നിർത്ത്. ഈ തള്ള് നിർത്ത്. അവരെ ഇവിടെ വന്ന് ഇരുന്ന് എന്നോട് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കല്ലേ അറിയുകയുള്ളൂ. നിന്നെ എന്താ ആ വീട്ടിലേക്ക് വരുന്നത് അവർ തടഞ്ഞത്? അവരെ നീ ആ വീട്ടിൽ ചെല്ലുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ആ സമയത്ത് മരുമകൻ അങ്ങോട്ട് ചെല്ലണം. എന്തായാലും അവർ സേഫ് സോണിൽ നിന്ന് കളിച്ചത്. കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മരുമകനെ നീ സംശയിച്ചോളും, അവരെ സംശയിക്കില്ല. അതിനിടയ്ക്ക് അവരുടെ കാര്യങ്ങൾ നന്നായി നടന്നു. ഇവൻ പിന്നെ പണ്ട് ഇങ്ങനെയുള്ള സ്വഭാവമുള്ളത് കൊണ്ട് എന്നോട് മാത്രം അടിയുറച്ച് നിൽക്കുകയാണെന്ന് എനിക്ക് വിശ്വാസമില്ല. എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അവൻ എന്നോട് കാര്യം പറഞ്ഞു. അമ്മായിമ്മ ഈ പറഞ്ഞതുപോലെ അവൻ്റെ സിഗ്നലുകളൊക്കെ സ്വീകരിച്ചു. കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നുണ്ടെന്ന്. ഞാൻ അവനെ കുറ്റം പറയില്ല. കാര്യം അവൻ നല്ല സുന്ദരനായ ഒരാളാണ്. അവനെ കണ്ടു കഴിഞ്ഞാൽ പലർക്കും താല്പര്യം തോന്നും. അപ്പോൾ പിന്നെ ഞാനെന്താ പറയുക? എനിക്കും എൻ്റെ താല്പര്യങ്ങൾ എൻ്റെ സമയത്ത് നടക്കണം, അത്രയേ ഉള്ളൂ. നിൻ്റെ അമ്മയാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ നന്നായി നോക്കുന്നു. അതിന് ഞാൻ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അവരും ഭർത്താവിൽ നിന്ന് നല്ലൊരു ജീവിതം കിട്ടാത്ത സ്ത്രീ. അപ്പോൾ പിന്നെ അവർക്കും ആഗ്രഹങ്ങൾ കാണില്ലേ? ഇവനാണെങ്കിൽ എവിടെ ആഗ്രഹങ്ങളുണ്ടെന്ന് നോക്കി നടക്കുന്നു. അവരും ജീവിച്ചോട്ടെ എന്ന് ഞാനും കരുതി. പിന്നെ നിൻ്റെ ഭർത്താവിന് ചെറുപ്പത്തിലെ തൊട്ടേ നല്ല താല്പര്യമുണ്ട്. ഇവിടെ നിൽക്കുന്ന നമ്മുടെ സഹായമായിട്ടുള്ള ചേച്ചിക്ക് പോലും അവനോട് പ്രശ്നമില്ല. അവനെ കാണുമ്പോഴേക്കും അവരും സുന്ദരനാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചാടി ഇറങ്ങിയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൂരത്തിന് എത്ര ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മാവൻ പറഞ്ഞു, അതേടി, നല്ല സൗന്ദര്യമുള്ള ആണുങ്ങളുടെ പുറകെ ഇഷ്ടം പോലെ ആൾക്കാർ കാണും. പിന്നെ സ്വയമായിട്ട് സൗന്ദര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് പിന്നെ ചാകരയായിരിക്കും. ആ ചാകരയുടെ നടുക്ക് ഔദ്യോഗികമായി കല്യാണം കഴിച്ചു വന്നൊരു സ്ത്രീ മാത്രമാണ് നീ. അതുകൊണ്ട് നീ പിരിഞ്ഞു പോന്നെങ്കിൽ പോയിക്കോ, ഇനിയൊരു പ്രശ്നമില്ല. വീട്ടിൽ ചെന്നിട്ട് അമ്മയെ ന്യായീകരിക്കാൻ നിൽക്കരുത്, അത്രയേ ഉള്ളൂ. ഇവിടെ എല്ലാവരും സെയിം തെറ്റാ ചെയ്തതെന്ന് പറഞ്ഞു മാഡം. അതോടുകൂടി എനിക്ക് പിന്നെ ഒന്നും പറയാനില്ലാതായി. ഞാൻ പിന്നീടും കുറച്ചു കാലമൊക്കെ ആ വീട്ടിൽ നിന്നു. എനിക്ക് ഇതെല്ലാം കണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയില്ല. പതുക്കെ അവർ അവരുടെ പാട്ടിന് പോകട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു ജോലി കണ്ടെത്തി. ഈ പ്രശ്നങ്ങളൊന്നും നാട്ടുകാരുടെ വീട്ടുകാരോട് പറയാതെ ഭർത്താവിനോട് വിവാഹമോചനം ആവശ്യപ്പെടാതെ ഇപ്പോൾ ഒരു ലേഡീസ് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. ഞാൻ അടുത്തൊരു വിവാഹത്തിലേക്ക് പോകാൻ ഭയപ്പെടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഭയങ്കര സൗന്ദര്യമുള്ള ആൾക്കാരോട് ശരിയാണ്, അതിപ്പോൾ പറയാൻ പറ്റില്ല എവിടെ നിന്നാണ് അവർക്ക് അട്രാക്ഷൻസ് വരുന്നതെന്നും ബന്ധങ്ങൾ ഉണ്ടാകുന്നതെന്നും. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഇതേപോലെയാണ് നിങ്ങൾ കരുതരുത്. നിങ്ങളുടെ അമ്മ, അമ്മായിയമ്മ, പിന്നെ ഭർത്താവ്, അവരുടെ തീവ്രതകളൊക്കെ ഒരേപോലെയാണ്. അവരൊന്നിച്ചു, നിങ്ങൾ ആ ഗെയിമിൽ പുറത്താകുകയും ചെയ്തു. നിങ്ങൾക്ക് അതിനോട് യോജിച്ച് പോകാൻ പറ്റില്ല. അപ്പം നിങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നിങ്ങളുടേതായ വഴി തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നതിനെങ്കിലും ഒരു വിവാഹമോചനം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് നിങ്ങളുടെ കൺസെപ്റ്റിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുക, അതായിരിക്കും നല്ലത്. ഇത്തരം കാര്യങ്ങളൊന്നും ആരും ഡിസ്കസ് ചെയ്യത്തില്ലേ കല്യാണത്തിന് മുമ്പ്. ലോകത്തിലുള്ള എല്ലാ പുരുഷന്മാരും എങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, എല്ലാ സ്ത്രീകളും എങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഇനി നിങ്ങൾ ഇഷ്ടമുള്ള ഒരാളെ കണ്ട് അയാളുമായിട്ട് ദീർഘകാലം സംസാരിച്ച് പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാത്രം കല്യാണം കഴിക്കുക. അപ്പോൾ അത് ശരിയാകും കേട്ടോ.